ഹായ് ഗൈസ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ കഴിഞ്ഞ 24 മണിക്കൂറിൽ നടന്ന അപ്ഡേറ്റുകളാണ്. അതായത് ഇറാൻ എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചു, ഇസ്രായേൽ എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചു, ഇവർ തമ്മിലുള്ള നേട്ടങ്ങൾ എന്തൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഡീറ്റെയിലായി നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ വീഡിയോയിട്ട് കിടക്കാം. മുമ്പ് ഒരേ ഒരു കാര്യം, ഈ യുദ്ധത്തിന്റെ വീഡിയോസും ഫോട്ടോസും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതായത് ഇതിൽ കാണിക്കാൻ കഴിയില്ല, കാരണം കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മുടെ വാട്സപ്പ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, എല്ലാ അറ്റാക്കിനെ കുറിച്ചുള്ളതും. അപ്പോൾ കാണണം താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിന്റെ വീഡിയോസും എല്ലാ അപ്ഡേറ്റുകളും അപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഇറാന് സംഭവിച്ച നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയതിനു ശേഷം നമുക്ക് ഇസ്രായേലിലോട്ട് പോകാം. അപ്പോൾ ഇറാന്റെ കാലത്തോട്ട് നോക്കുകയാണെങ്കിൽ അതായത് ഇറാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇതിന്റെ പിന്നിൽ അമേരിക്കയാണ് ഉള്ളത്, അമേരിക്കയാണ് ഇസ്രായേലിനെ ഇത്രമാത്രം സഹായിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനം പറയുന്നത്. എന്നാൽ ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പോഴും സമയം ഒട്ടും വൈകിട്ടില്ല, ഇനിയും ഇസ്രായേലിന്റെ അറ്റാക്ക് ഇതിനും വലിയ ശക്തിയോടെയായിരിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഡീലിലോട്ട് വരികയാണെങ്കിൽ ഞാൻ ഇസ്രായേലിനോട് പറഞ്ഞ് ഈ യുദ്ധം നിർത്താം. അപ്പോൾ ഈ ഡീൽ ഓക്കെ അവിടെയും നിങ്ങൾക്കും ലാഭമാണ്, ഞങ്ങൾക്കും ലാഭമാണ്. അത് നേരെ മറിച്ച് അതായത് ഡീലിലും സൈൻ ചെയ്യാതെ അമേരിക്കയുടെ ഏതെങ്കിലും ഒരു സൈറ്റ്, അതായത് മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും ഒരു സൈറ്റിൽ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അറ്റാക്ക് ആയിരിക്കും, അത് ഇറാനെ തന്നെ ഇല്ലാണ്ടാക്കും എന്ന് പറയുന്ന വലിയൊരു ഭീഷണിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നോക്കുമ്പോഴാണ് UK അവരുടെ കംപ്ലീറ്റ് അതായത് കുറെ വാർഷിപ്പുകളും അതുപോലെ തന്നെ ഫൈറ്റർ ജെറ്റ്സുകളെല്ലാം തന്നെ മിഡിൽ ഈസ്റ്റിലോട്ട് അയച്ചിരിക്കുന്നത് ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി. അങ്ങനെ UKയുടെ ഒരു F-35 നേവി തിരുവനന്തപുരത്ത് വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കാരണം അതായത് ഫ്യൂവൽ ഇല്ലാത്ത കാരണം പെട്ടെന്ന് എമർജൻസി ലാൻഡിങ് ചെയ്താണെന്നാണ് പറയുന്നത്. ഇനി ഇറാന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ അതായത് ഇറാനിൽ കഴിഞ്ഞ 24 മണിക്കൂർ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതായത് വീണ്ടും ഇസ്രായേൽ നടത്തിയ അറ്റാക്കിൽ അതായത് രണ്ടാമത്തെ മൂന്നാമത്തെ വേവ് അറ്റാക്കുകൾ വീണ്ടും ഇസ്രായേൽ നടത്തി. ഇതിലൊരു 70 പേരോളം മരണപ്പെട്ടു, 500-ലും അധികം അവരുടെ സിവിലിയൻസ് കാഷ്വാലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. കൂടാതെ എന്താണെന്ന് വെച്ചാൽ അതായത് കുറച്ച് ഇമ്പോർട്ടന്റ് നേതാക്കൾ അതായത് കുറച്ച് കമാൻഡേഴ്സിനെയും അതുപോലെ തന്നെ IRGCന്റെ കുറച്ച് കമാൻഡേഴ്സിനെ തന്നെ വീണ്ടും ഇസ്രായേൽ ടോപ്പ് ലെവലിൽ തന്നെയുള്ള ആൾക്കാരെ തന്നെ എലിമിനേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇറാന് വലിയൊരു പ്രശ്നമാണ്. അതായത് അടുത്തടുത്ത ആൾക്കാരെ ഇങ്ങനെ അതായത് ടോപ്പ് കമാൻഡേഴ്സിനെ തന്നെ ഇല്ലാണ്ടാക്കുമ്പോൾ ഇറാന്റെ പ്ലാനിൽ കുറച്ച് ഡിലേ വരുന്നുണ്ട്. അതൊരു വലിയൊരു പ്രശ്നം ഇറാൻ ഇപ്പോൾ നേരിടുന്നുണ്ട്. ഇനി ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ഞാൻ ഒരു മലയാളത്തിലൊരു പ്രമുഖ ചാനൽ തന്നെ എടുത്തു നോക്കി. അപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ അതായത് ഇസ്രായേൽ ഇല്ലാണ്ടായി, അതായത് ഇറാൻ അത്രമാത്രം വലിയ അറ്റാക്കുകളാണ് നടത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ മേക്ക് ചെയ്തു. ആ വീഡിയോയ്ക്കാണെങ്കിൽ അതായത് 1 ലക്ഷമൊന്നുമല്ല, അതിലും കൂടുതൽ വ്യൂസ് ആണ് വരുന്നത്. എന്നാൽ ഗ്രൗണ്ടിൽ നടക്കുന്ന റിയാലിറ്റി എന്താണെന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് കാണാൻ താല്പര്യമില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. ഇപ്പോൾ അടുത്തൊരു ഇറാന് സംഭവിച്ച ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് ഇസ്രായേൽ ആദ്യത്തെ വേവ് അറ്റാക്കിൽ കഴിഞ്ഞപ്പോൾ ഇറാൻ തിരിച്ചടിച്ചു. രണ്ടാമത്തെ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തത് എന്താ വെച്ചാൽ അതായത് ഇറാന്റെ പ്രധാനമായിട്ടും റിഫൈനറീസ് അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ടാർഗറ്റ് ചെയ്ത് അച്ചീവ് ചെയ്തിരിക്കുന്നു. അതുപോലെ അവരുടെ ഷഹർൻ എന്ന് പറയുന്ന ഓയിൽ റിഫൈനറി, ഏറ്റവും വലിയ ഓയിൽ റിഫൈനറി ഇപ്പോൾ ഇസ്രായേൽ കംപ്ലീറ്റ് ആയിട്ടും മിസൈൽ ചെയ്ത് തകർത്തിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാൻ ചെയ്തിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ തൽക്കാലമായിട്ടും അവരുടെ എല്ലാ ഓയിൽ സൈറ്റുകളും ഓയിൽ റിഫൈനറീസും സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് എന്താ വെച്ചാൽ ഇത് ഇറാന് വലിയ രീതിയിലുള്ള പ്രശ്നമാണ്, കിട്ടുന്ന ഫണ്ടും കൂടെ ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഇറാൻ എക്കണോമിക്ക് ഇത് വലിയ പ്രശ്നമാണ്. ഇനി അടുത്ത കാര്യം, ഇറാനിനെ നോക്കുകയാണെങ്കിൽ അവരുടെ നട്ടൻസ് എന്ന് പറയുന്ന യുറാനിയം എൻറിച്ച്മെന്റ് ഒരു 60% ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ വീണ്ടും ഇസ്രായേൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലരും അതായത് പല ഏജൻസികളും പറയുന്നത് അവിടെ നിന്ന് അതായത് ഈ യുറാനിയത്തിന്റെ ആ റേഡിയേഷൻ എഫക്റ്റ് എല്ലാം പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ IAEA ആ ഒരു സംഘടന പറഞ്ഞിരിക്കുന്നത് അത് ഇത്ര വലിയ ഇതൊന്നും ആയിട്ടില്ല, വീഡിയോഗ്രാഫി അടക്കം എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിനോട് പറയുകയാണ് അതായത് ഇത് പോരാ, ഇനിയും കൂടുതൽ വേണം എന്നുള്ള രീതിയിൽ ഒരു ഹിറ്റ് കൊടുക്കുന്ന പോലെയാണ് ഇപ്പോൾ ഈ ഒരു സംഘടന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ വീണ്ടും ആ ഒരു സൈറ്റിൽ കയറി അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലായും കാണുന്നുണ്ട്. അപ്പോൾ അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇറാന് സംഭവിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ അതായത് ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം കൊണ്ടാണ്. അതായത് ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ബാക്ടീരിയകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടും മൊസാദും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ IDF-ഉം ചേർന്നുകൊണ്ട് കണ്ടുപിടിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ IDF പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അതായത് ഇറാന്റെ കംപ്ലീറ്റ് എയർ ഡോമിനൻസും ഞങ്ങളുടെ കയ്യിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അവരുടെ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ എവിടെ പോയി കഴിഞ്ഞാലും അവിടെ ഒരു ഭീഷണിയും ഇല്ലാത്ത രീതിയിലോട്ട് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം തരിപ്പണമാക്കി മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്. ഇത് ഏകദേശം പ്രൂഫാണ്, കാരണം അവരുടെ യുദ്ധവിമാനങ്ങൾ പോയി കഴിഞ്ഞിട്ടും ഒന്നും തന്നെ ഇസ്രായേലിനെതിരെ ഇറാന് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഇറാനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ പ്രതിസന്ധി തന്നെയാണ്. ഇനി ഇസ്രായേലിന്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇസ്രായേൽ എപ്പോഴും പറയുന്ന കാര്യമാണ് അവരുടെ അയൺ ഡോം എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നതാണ്. അതായത് അവരെ ഇത്രയും നാളും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന അയൺ ഡോമാണ്. എന്നാൽ ഈ അയൺ ഡോമിന് നമ്മൾ 2 വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതിന് കുറച്ച് പരിമിതികളുണ്ട്. അതായത് അളവിൽ കൂടുതൽ മിസൈലുകൾ വന്നു കഴിഞ്ഞാൽ ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, അതിന്റെ ബാറ്ററികൾ കംപ്ലീറ്റ് ആയിട്ടും ഫെയിലിയർ ആവും. ഇപ്പോൾ അത് തന്നെയാണ് ഇറാൻ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയത്തും 100, 200, 300 മിസൈൽ വെച്ച് അതായത് ഡ്രോണും മിസൈലും ഒരുമിച്ച് അയക്കുന്നതുകൊണ്ട് തന്നെ അയൺ ഡോം മെല്ലെ ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ
ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട സിറ്റിയായ ജെറുസലേം ആയിക്കോട്ടെ, അതുപോലെ തന്നെ ടെൽ അവീവിലും കുറച്ച് മിസൈലുകൾ, അതായത് കുറെ അയച്ചു, അതിൽ ഭൂരിഭാഗം ബ്ലോക്ക് ചെയ്തു. പക്ഷെ ചില മിസൈലുകൾ അവിടെ ഇവിടെയും വീണിരിക്കുന്നു. ഇതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അതായത് ഒരു 20ഓളം ബിൽഡിങ്സിന് സംഭവിച്ചു, 70 പേര് മരണപ്പെട്ടു, 250-നും അധികം ആൾക്കാർ ഇപ്പോൾ കാഷ്വാലിറ്റീസിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇത് വലിയൊരു നഷ്ടമാണ്. കാരണം അത്രയും വലിയ അയൺ ഡോം ഉണ്ടായിട്ടും ഇത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഒരു പ്രശ്നമാണ്. പക്ഷേ യുദ്ധം നടക്കുമ്പോൾ ഇത് നോർമലാണ്, ഇത്രയും സംഭവിച്ചിട്ടുള്ളൂ എന്ന് ഇസ്രായേലിനെ ആശ്വസിക്കാം. പക്ഷെ എന്നാലും ഇറാന് ഇത്രയും പെനട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഇസ്രായേലിനെ പേടിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് തുടക്കം മാത്രമാണ്. ഇറാൻ പറഞ്ഞിരിക്കുന്ന അവരുടെ കയ്യിൽ ഏകദേശം 200ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടെന്ന്. അപ്പോൾ ഇസ്രായേൽ കുറെ അറ്റാക്ക് ചെയ്തെങ്കിലും അവരുടെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും അവരുടെ കൺട്രോളിലുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും അറ്റാക്കുകൾ നടത്തുകയാണെങ്കിൽ വീണ്ടും കുറെ മിസൈലുകൾ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ വന്നു വീഴാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ UK-യും അതുപോലെ തന്നെ അമേരിക്കയും വന്നുകൊണ്ട് കുറേ അധികം ഇന്റർസെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും കൂടുതലായിട്ടും യുദ്ധം എസ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ കംപ്ലീറ്റ് ആയിട്ടും ഇസ്രായേലിനെ സഹായിക്കും എന്നുള്ളത് യാതൊരുവിധ സംശയവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇസ്രായേലിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി എന്താണെന്ന് വെച്ചാൽ ഐഫ പോർട്ട്, അദാനിക്കടക്കം ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഐഫ പോർട്ടിൽ ഇന്നലെ മിസൈൽ കയറി അറ്റാക്ക് ചെയ്തു. ഇതുകൊണ്ട് തന്നെ ഐഫ പോർട്ടിൽ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓയിലെല്ലാം തന്നെ ഇവിടെയാണ് ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഈ ഐഫ പോർട്ടിൽ നടത്തിയ ഈ ഒരു അറ്റാക്ക് ഇച്ചിരി വലിയ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ആണ് ഇന്നലെ നടന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുക?